ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പൊ ഫാമിലി ബഡ്ജറ്റാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഒരു കുടുംബത്തിന്റെ, ഒരു ഇടത്തരം കുടുംബത്തിന്റെ ബഡ്ജറ്റ് ചിലർ കണക്കെഴുതി വെക്കും. സ്ത്രീകൾ, ധനകാര്യമന്ത്രിമാരാണ്, സ്ത്രീകൾ വീട്ടിലെ കണക്കെഴുതി വെക്കും. ഈ 2025 സെപ്റ്റംബറിലെയും 2024 സെപ്റ്റംബറിലെയും ഒരു ഇടത്തരം കുടുംബത്തിന്റെ, മിഡിൽ ക്ലാസ്, ഇടത്തരം, അപ്പർ മിഡിൽ ക്ലാസ് അല്ല, ഒരു കുടുംബത്തിലുണ്ടായിരിക്കുന്ന ചെലവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 10,000 തൊട്ട് 15,000 രൂപ വരെ. സാർ, അവരുടെ ആരുടെയെങ്കിലും വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? വരുമാനം വർദ്ധിച്ചിട്ടില്ല. 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് തന്നെ കൂടി ഇല്ലേ? നവംബറിലും കൂട്ടി, ആ ഓർഡറിൽ വേറൊരു പാരയും കൂടി വെച്ചിട്ട് ഏപ്രിലും കൂടി കൂട്ടി. ഈ രണ്ടാമത് കൂട്ടി അന്ന് അടുത്ത വൈദ്യുതി ചാർജ് കൂട്ടാൻ വേണ്ടി റെഗുലേറ്ററി അതോറിറ്റിക്ക് കത്ത് എഴുതിയിട്ടാണ് വൈദ്യുതി മന്ത്രി ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? 3 പ്രാവശ്യം. ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഡിമാൻഡ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കുറയാണ്. പൈസ ഇല്ല ആളുകളുടെ കയ്യിൽ, പൈസ റൊട്ടേറ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ. ഫാമിലി ബഡ്ജറ്റ് അവതാളമായി. സാറേ, സാധാരണക്കാരായ വളരെ പാവപ്പെട്ടവരുടെ ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണമാണ്. ദുരിതപൂർണം. നമ്മൾ വീണ്ടും പട്ടിണി എന്നൊന്നും ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ കഷ്ടപ്പാടുകളിലേക്കും ദുരിതങ്ങളിലേക്കും ആളുകൾ പോവാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പല കുടുംബങ്ങളും. ഇപ്പോ നമ്മളെല്ലാം ഓഫീസിൽ വന്നിരിക്കുമ്പോൾ MLA മാർ നിലയിൽ എത്രയോ ആളുകൾ കാണാൻ വരുന്നുണ്ട്. ഈ അതിന്റെ എണ്ണം, അതായത് ദുരിതങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. മരുന്ന് മേടിക്കാൻ പണമില്ലാത്തവർ, കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത ആളുകൾ, ചികിത്സയുടെ ഗതികേട്, ഇങ്ങനെ ആളുകൾ വല്ലാതെ വിഷമിച്ച് വല്ലാതെ കഷ്ടപ്പെടും. അതിന്റെ നമ്പർ കൂടുക. ഞാനിത് ഒബ്സർവ് ചെയ്തിട്ട് പറയാം. ഞാനിത് രാഷ്ട്രീയമായിട്ടല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. നിങ്ങളുടെ ഗവൺമെന്റ് വന്നുകൊണ്ടാണ്, അതല്ല എന്റെ പോയിന്റ്. ഭയങ്കരമായി ഒരു ഇടത്തരം ആളുകളുടെയും സാധാരണക്കാരുടെയും ജീവിത ദുരിതം വല്ലാതെ വർദ്ധിക്കുകയാണ്. ഞാൻ അതാണ്, ഹെൽത്ത് എക്സ്പെൻസ് കൂടി, എഡ്യൂക്കേഷൻ എക്സ്പെൻസ് കൂടി, സാധനങ്ങളുടെ വില കൂടി, വരുമാനത്തിൽ ഒരു വർധനവും ഒരു തരത്തിലുമില്ല. സെസ് കൂടി, ടാക്സ് കൂടി, എല്ലാത്തിന്റെയും ഇമ്പാക്ട് ഒരു കുടുംബത്തിന്റെ ബജറ്റിൽ അവർക്ക് താങ്ങാൻ കഴിയാവുന്നതിന്റെ അപ്പുറത്തേക്ക് ഓരോ കുടുംബത്തിലെയും സ്ഥിതി പോവുകയാണ്. ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നും പെട്ടവർക്ക്, മിഡിൽ ക്ലാസിന്റെ പ്രശ്നം എന്താ? അവർക്ക് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, ആ ക്വാളിറ്റി ഓഫ് ലൈഫ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അവർ കടം മേടിക്കുകയാണ്. നിങ്ങളെല്ലാം സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുകയല്ലേ? ബാങ്കുകളിലേക്ക് പൈസ തിരിച്ച് അടവ് വരുന്നുണ്ടോ? അപകടകരമായ രീതിയിലേക്ക് ബാങ്കിന്റെ സിറ്റുവേഷൻ പോവാണ്. വലിയ സെറ്റിൽമെന്റ്, 1 ടൈം സെറ്റിൽമെന്റ് പോലും വെച്ചിട്ട് പൈസ കൊടുക്കാൻ ആളുകളുടെ കയ്യിലില്ല. വീണ്ടും ആളുകൾ കടമെടുക്കുകയും വീണ്ടും എടുത്ത ലോൺ വീണ്ടും വെക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക്. ഇത് വെറുമൊരു സാധനങ്ങളുടെ വിലക്കയറ്റം എന്നതിലേക്ക് ഉപരിയായി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ, കേരളത്തിലെ കുടുംബങ്ങളുടെ സമ്പദ് വ്യവസ്ഥ എന്നുള്ളതെല്ലാം അപകടകരമായ രീതിയിലേക്ക് പോവാം.